നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് 7 ജൂലൈ 2025 തിങ്കൾ. ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വത്തെ തുടർന്ന് നിഫ്റ്റിയിലും സെൻസെക്സിലൊക്കെ ഫ്ലാറ്റായ ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തുകയുണ്ടായത്. നിഫ്റ്റിക്ക് 25,450 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. തത്സമയം നിഫ്റ്റി ബാങ്കില് നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്ന് ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചത് FMCG സെക്ടർ ആയിരുന്നു. ഇന്ന് ബോർഡർ മാർക്കറ്റ്സും മോശമായ ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുകയുണ്ടായത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഇന്ന് മാർജിനലി ലോവർ തന്നെയായിരുന്നു. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 0.4% ഇടിവും രേഖപ്പെടുത്തി. തത്സമയം FMCG സെക്ടർ 1.5% ഇന്ന് റാലി രേഖപ്പെടുത്തിയപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ 0.4% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. തത്സമയം മീഡിയ 1% ഇടിവ് രേഖപ്പെടുത്തി. IT മെറ്റൽ ഇൻഡെക്സ് 0.7%. ഇന്ന് ടെക് മഹേന്ദ്ര, ഭാരത് ഇലക്ട്രോണിക്സ്, അൾട്രാടെക് സിമന്റ്, ONGC, മാരുതി സുസുക്കി തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു നിഫ്റ്റിയിലെ മേജർ ലൂസേഴ്സ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരു വീക്ക് ട്രേഡിംഗ് സെക്ഷൻ ആയിരുന്നു ഓപ്പണിംഗ് തന്നെ അനുഭവപ്പെട്ടത്. അമേരിക്കയിൽ നിന്നും ഓഗസ്റ്റ് 1 മുതലേ പുതിയ ട്രേഡ് താരിഫ് പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്ന അറിയിപ്പ് വന്നെങ്കിൽ കൂടിയും മാർക്കറ്റിനെ ഒന്നും ആ വാർത്ത ഒട്ടും തന്നെ സ്വാധീനിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടത് വളരെ നാരോ ആയ ഒരു ട്രേഡിംഗ് റേഞ്ച് ആയിരുന്നു. നിഫ്റ്റി ഇന്ന് ഏകദേശം 80 പോയിന്റുകളുടെ ഒരു ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തുള്ളൂ. അതുപോലെ സെൻസെക്സിലും ഇന്ന് വളരെ നാരോ ആയ ഒരു റേഞ്ച് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ ജൂലൈ 10 നിഫ്റ്റി 50 സ്റ്റോക്കായ TCSല് Q1 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. TCS ആണ് ഈ പ്രാവശ്യം നിഫ്റ്റി 50 ഇൻഡെക്സിലെ ഫസ്റ്റ് സ്റ്റോക്ക് Q1 റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിൽ. അതുപോലെ തന്നെ Q1 റിസൾട്ടുകളുടെ ഭാഗമായിട്ട് പുതിയ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. Q1 മാത്രം നമ്മുടെ IT സ്റ്റോക്സില് വിദേശ ധനകാര്യ സ്ഥാപനങ്ങള് 16,500 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയതെന്നുള്ള വാർത്ത. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ IT സെക്ടർ നിലവില് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ട് ഇരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും. അതുപോലെ തന്നെ ICICI സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്നും പുതിയൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. ഡിഫൻസ് സ്റ്റോക്കുകളിൽ 15% റാലി കാണുവാൻ ചാൻസ് ഉണ്ട് എന്ന്. ഇന്ന് നിഫ്റ്റിയില് 1195 കമ്പനികൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 1585 കമ്പനികൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US മാർക്കറ്റില് ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവില് ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK-യും ഫ്രാൻസും ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. തത്സമയം ജർമ്മൻ മാർക്കറ്റ് 0.7% നേട്ടത്തോടു കൂടി വ്യാപാരം തുടരുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ് ചെറിയ രീതിയിൽ റൈസ് ആയതിനെ തുടർന്ന് ബ്രെന്റ് ക്രൂഡും ക്രൂഡ് ഓയിലും നേരിയ ഉണർവിലാണ്. 1% നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടരുന്നത്. തത്സമയം ഗോൾഡിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി വിക്സ് അൾട്രാ ലോ ആയതുകൊണ്ട് തന്നെ പ്രീമിയംസ് ഒക്കെ വളരെ ചീപ്പാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ റൈറ്റേഴ്സ് ഒക്കെ കെയർഫുൾ ആകുക. കാരണം എന്തെങ്കിലും കാരണത്താൽ വിക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രീമിയംസും ഷൂട്ടപ്പ് ആകും. ഈ ആഴ്ച നിഫ്റ്റിയുടെ വീക്കിലിയിൽ ഫാർ അവേ OTMs പുട്ട് സൈഡിലേക്കും കോൾ സൈഡിലേക്കൊക്കെ ഒരു അട്രാക്റ്റീവ് അല്ല. കാരണം ഇത്രയും വലിയൊരു ഇവന്റ് വരാനിരിക്കെ ഈ പ്രീമിയത്തില് ഓപ്ഷൻ റൈറ്റേഴ്സ് എടുക്കുന്ന റിസ്കിനുള്ള പ്രതിഫലം കാണുന്നില്ല. എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചാൽ പ്രീമിയംസ് ഒക്കെ റോക്കറ്റ് രീതിയിൽ ഷൂട്ടപ്പ് ആകാനും ചാൻസുകൾ ഏറെയുണ്ട്. അതും ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഡിക്സൺ ടെക്നോളജീസ്, B&K സെക്യൂരിറ്റീസ് സ്റ്റോക്കിന് കവറേജ് നൽകുകയുണ്ടായി. ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 18,946 രൂപ പെർ ഷെയർ എന്ന രീതിയിൽ 25% അപ്സൈഡ് ആണ് പ്രതീക്ഷിക്കുന്നത്. സീമെൻസ് എനർജി Q1 കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 36% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 246 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. റവന്യൂ 57% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഡ്രീം ഫ്ലോക്സ്, മോട്ടിലാൽ ഒസ്വാൾ, ബജാജ് ഫൈനാൻസ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഇന്ന് ബ്ലോക്ക് ഡീൽ വഴി സ്റ്റോക്കുകൾ വിറ്റഴിക്കുകയുണ്ടായി. നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലെ സ്റ്റോക്കിംഗ് ന്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിന്റെ ഫലമായിട്ട് തന്നെ 5% ഇടിവും ഇന്ന് സ്റ്റോക്കിൽ രേഖപ്പെടുത്തി. ട്രെൻഡ് ബേൺസ്റ്റീൻ എന്ന റേറ്റിംഗ് ഏജൻസി ഔട്ട് പെർഫോം കോൾ സ്റ്റോക്കിന് നൽകുകയുണ്ടായി. 19% അപ്സൈഡ് ആണ് അവരുടെ അഭിപ്രായ പ്രകാരം പ്രതീക്ഷിക്കുന്നത്. തൽഫലമായിട്ട് സ്റ്റോക്കിൽ 2 ദിവസമായിട്ടുണ്ടായിരുന്ന ഇടിവിനെ തുടർന്ന് ഇന്ന് നേരിയ ഒരു ഉണർവ് കണ്ടു. ജൂബിലന്റ് ഫുഡ് വർക്ക്സ് 4% ഇടിവ് സ്റ്റോക്കിൽ അനുഭവപ്പെടുകയുണ്ടായി. കാരണം ഡൊമിനോസിന്റെ ടർക്കിയിലെ സെയിൽസ് വളർച്ചയില് മാന്ദ്യം നേരിട്ടതുകൊണ്ടാണ്. സെൻകോ ഗോൾഡ് ഇന്ന് സ്റ്റോക്ക് 5% അപ്പീർ സർക്യൂട്ട് നൽകുകയുണ്ടായി. കാരണം ക്വാർട്ടർ 1 അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് 28% റവന്യൂ വളർച്ച കമ്പനി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ പുതിയതായിട്ട് 9 സ്റ്റോറുകളും ഓപ്പൺ ആക്കും എന്നുള്ള പ്രഖ്യാപനവും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി. ഇറ്റേണൽ ഇന്ന് നേരിയ ഇടിവ് സ്റ്റോക്കിൽ അനുഭവപ്പെട്ടു. കാരണം ഇന്ന് കമ്പനി പുതിയ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറെ ഫുഡ് ഓർഡറിംഗ് ആൻഡ് ഡെലിവറി ബിസിനസിന് അപ്പോയിന്റ് ചെയ്തതായിട്ടുള്ള വാർത്തകൾ വന്നതിനെ തുടർന്ന്. ഏവർക്കും നന്ദി, നമസ്കാരം. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം.